ബൂട്ട്ക്യാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾസിനെ പറ്റിയാണ്. എങ്ങനെ വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം, കൂടാതെ ടൈപ്പ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. വിൻഡോസിലാണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് പൈതൺ 3 എന്ന് നൽകുക. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കൺസോളിലേക്ക് വന്നിരിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു 10 എന്ന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എക്സിലേക്ക് ഞാനൊരു വാല്യൂ അസൈൻ ചെയ്തു. 10 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എക്സിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കും. ഇതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ടൈപ്പ് ഓഫ് എക്സ് എന്ന് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇൻറ്റ് ടൈപ്പാണ് എക്സ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു വേരിയബിൾ ഞാൻ നൽകുകയാണ്. നെയിം ഈസ് ഈക്വൽ ടു നിക്കിൻ എന്ന് നൽകുന്നു. ഞാൻ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ആ ടൈപ്പ് ചെക്ക് ചെയ്യുന്നു. ടൈപ്പ് ഓഫ് നെയിം അത് ഒരു സ്ട്രിങ് ആണ്. ഇതുപോലെ നമുക്ക് ബൂളിയൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലുള്ള നമ്പേഴ്സുകളെല്ലാം നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ബൂളിയൻ ആണെങ്കിൽ ലൈറ്റ് ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് നൽകി. ടൈപ്പ് ഓഫ് ലൈറ്റ് എന്ന് ഞാൻ നൽകുന്നു. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊരു ബൂളിയൻ ടൈപ്പാണ്. ഓക്കെ, വേരിയബിളിന് നെയിം നൽകുമ്പോൾ നമ്മൾ പ്രത്യേകം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നെയിം എന്ന് പറയുന്നത് എനിക്ക് നൽകാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ബട്ട് 67 നെയിം എന്ന് നൽകിയിട്ട് ഞാൻ അതിലേക്കൊരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് എററായിരിക്കും, കാരണം ഇൻവാലിഡ് സിൻറ്റാക്സ് ആണ്. ഒരിക്കലും ഒരു നമ്പറിൽ നമ്മുടെ വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അണ്ടർസ്കോർ ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് അണ്ടർസ്കോർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് നെയിം എന്ന് അതിന് ശേഷം ഒരു നമ്പർ നൽകാനായിട്ട് സാധിക്കും. ഇതിനും പ്രശ്നമൊന്നുമില്ല. ബട്ട് ഒരിക്കലും നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഹൈഫൺ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ മൈ നെയിം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇത് എററായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലേ. അപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്, വേരിയബിൾ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, അതായത് അതിൻ്റെ അകത്ത് നമ്പേഴ്സ് എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ അണ്ടർസ്കോർ ആദ്യം ഉപയോഗിച്ച് നമുക്ക് വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കണം. കൂടാതെ അതിനെപ്പറ്റി ടൈപ്പിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം.